നമ്മുടെ MP ഗോവിന്ദനും അതുപോലെ മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ അറസ്റ്റിലാവുമോ, തടവിലാവുമോ? കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പൂച്ചെണ്ടുമായിട്ട് ഇന്ന് പുഞ്ചിരിച്ച രണ്ട് CPM നേതാക്കളാണ്. പ്രായപൂർത്തിയാകാത്ത പെണ്ണിൻ്റെ വിവാഹം നടത്തി നിയമവിരുദ്ധമായ വിവാഹത്തിന് കൂട്ടുനിന്നവരാണ്. അറസ്റ്റിലാവേണ്ടതല്ലേ വാസ്തവത്തിൽ? തീർച്ചയായിട്ടും. ഇപ്പൊ അതിലുൾപ്പെട്ട ആ ചെറുപ്പക്കാരനെതിരെ പോസ്കോ കേസ് എടുത്തിട്ടുണ്ട് മധ്യപ്രദേശ്. ഫർമാൻ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാളുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല, ആ പെൺകുട്ടിയുടെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പറയണ്ട. അത് നമുക്ക് എന്താ പറയാ, കുംഭമേള വൈറൽ കുട്ടി സുന്ദരി എന്ന് പറയാൻ വേണം. ഇതില് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു ശില്പത്തിന്റെ പേര്. അത് ആ കുട്ടി വിവാഹം നടക്കുമ്പോൾ ആ കുട്ടിക്ക് 16 വയസ്സേ ഉള്ളെന്ന് രേഖകൾ വന്നു കഴിഞ്ഞു. അത് അതായത് ജനിച്ചത് 2009 ഡിസംബർ 30 എന്ന് പറഞ്ഞാൽ ജനുവരി തൊട്ട് കൂട്ടിയാൽ മതി. 16 വയസ്സേ തൊട്ട് 2026 ആവും. 16 വയസ്സേ ആവും. വിവാഹം കഴിക്കേണ്ട പ്രായം 2 വയസ്സ്. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു 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 നിസാരമായി കാണേണ്ട ഒരു വിഷയമല്ല ഇത്. ഇത് വളരെ ആസൂത്രിതമായി ഇലക്ഷന് തൊട്ട് മുമ്പ്, അധികം ദൂരെ മുമ്പല്ലാത്ത സമയത്ത് ഒരു വിഭാഗം ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പർപ്പസ്ഫുള്ളായി ഓർഗനൈസ് ചെയ്ത ഒരു സംഭവമാണത്. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു അപകടം വരും എന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. നിയമവിരുദ്ധമാണെന്ന് ആരും ധരിച്ചുമില്ല. ഇതൊരു പ്രീണന, ലവ് ജിഹാദ് ഇൻ അനദർ ഫോം. അതാണ് ഈ വിവാഹം. ആ കുട്ടിയുടെ വിവാഹം ലവ് ജിഹാദ് ഇൻ എ ന്യൂ വെർഷൻ, ഒരു പുതിയ വെർഷൻ ആയ ലവ് ജിഹാദ്. ലവ് ജിഹാദ് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറയാം. കാരണം ഭയങ്കര പബ്ലിസിറ്റി ഡോൺ പത്രത്തിലും അതുപോലെ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം. അതിന്റെ പിന്നിലുണ്ടായിരുന്നവരൊക്കെ ആരാണ് എന്ന്. അപ്പോ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രതിനിധികളാണല്ലോ മന്ത്രിമാർ, അവര് ഈ ഇങ്ങനെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന് ഒരു ഹിന്ദു പെൺകുട്ടിയെ, അത് പട്ടികാധികാരിയാണ്, ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത വിപ്ലവധീര ആളുകളാണെന്ന് ധരിപ്പിക്കുക. ആ വിഭാഗത്തിന്റെ പിന്തുണയും വോട്ടും നേടുക. ഇത് തന്നെയായിരുന്നു പച്ചയായ ലക്ഷ്യം. തന്നെയല്ല, കുംഭമേളയുടെ മസ്തകത്തിനിട്ട്, അതിന്റെ വൻ വിജയത്തിന്റെ മസ്തകത്തിനിട്ട് ഒരു ഒറ്റ അടി. കുംഭമേളയുടെ വേദിയിലാണ് ഈ പെൺകുട്ടി ഒരു ഫേമസ് ആയത്, ശോഭയായിട്ട് മാറിയത്. അത് തകർത്ത് തരപ്പണി കണ്ടോ? അവര് ഫർമാൻ ഖാനെ വിവാഹം കഴിച്ചത് കണ്ടോ? നിങ്ങളുടെ ഹിന്ദുത്വം തീർന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ പോയിട്ട് പൂച്ചെട്ടുമായിട്ട് ഈ MA ബേബിയും ഈ ഇതൊക്കെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ അവരുടെ അപക്വതയുടെ സൂചകങ്ങളാണ്. ഹിന്ദു വിരോധം ഭയങ്കരമായിട്ടുണ്ട്. ഹിന്ദു വിരോധം അവർക്ക് ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവരെല്ലാം, ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, നിരീശ്വരവാദം പറയുന്ന നേതാക്കളെല്ലാം ഒറ്റയ്ക്ക് പോയി അമ്പലങ്ങളിൽ അർച്ചന നടത്തുകയും യാഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവരെല്ലാം ഇത് ചെയ്യാറുണ്ട്. അപ്പൊ ഹിന്ദുത്വത്തോടല്ല അവർക്ക്. ഹിന്ദുവിനെ ചീത്ത പറഞ്ഞ അത് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് കാപട്യമാണ്. പിന്നെ ഇതിന്റെ ദീർഘദൂര പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? കേരളം ഒരു മുസ്ലിം സംസ്ഥാനമായി മാറുമോ? ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്ങൾ അവർക്കില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് അന്നത്തെ കാര്യം ഉശാലായിട്ട് നടക്കണം എന്നൊരു കവിഞ്ഞ് വേറെ ഒരു ചിന്തയും അവർക്കില്ല. അതെ, അത്രേ ഉള്ളവർക്ക്. പിന്നെ നോക്കിയാലേ ഈ CPMന്റെ പ്രമുഖ നേതാക്കളായ പലരും ഒന്നുകിൽ മക്കളെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മകളെ മുസ്ലിമിന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായിയുടെ മറ്റേ കരുണാകരൻ്റെ P. കരുണാകരൻ്റെ മകള്, ഇതൊക്കെ അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്കതിൽ ആക്ഷേപമൊന്നുമില്ല. കാരണം ഒരു ജീവിതത്തിന്റെ ഒരു ലെവൽ കഴിഞ്ഞാൽ ജാതിയും മതവും ഒന്നും അല്ല പ്രശ്നം, പണമാണ്. പണമുള്ളവർക്ക് എല്ലാം ഒരു ജാതിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഏതാണ്ട് അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. പണവും പദവിയും സ്വാധീനവും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ എത്രയോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂർ ഒരു പെൺകുട്ടി, പാലക്കാട് നിന്ന് ടൂറിന് പോയ ഒരു ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടി, 14 വയസ്സായ കുട്ടി കാണാതായി. 4ാമത്തെ ദിവസം ചിക്കമംഗളൂരിൽ 1500 അടി താഴ്ചയുള്ള ഒരു കൊക്കൈൻ ആ കുട്ടിയുടെ മൃതദേഹം കിട്ടി. അപ്പോൾ ഇതെങ്ങനെ ശ്രീനന്ദ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിഞ്ഞൂടാ. പോലീസുകാരതൊക്കെ വളരെ നിസ്സാരം.
പക്ഷെ ഇതിന് അവിടെ ഒരു കടക്കാരൻ, ഈ കുട്ടി ഐസ്ക്രീം വാങ്ങിക്കാൻ പോയ കടയുണ്ട്, ആ കടക്കാരനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം പറഞ്ഞു കേൾക്കുന്ന വേറെ കഥയെന്ന് പറഞ്ഞാൽ ഈ ചിക്കമംഗ്ലൂർ ഈ പറയുന്ന അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ മുഴുവൻ ഗുണ്ടകളുടെ കയ്യിലാണ്. ഗുണ്ടാ വിളയാട്ടമാണ് അവിടെ നടക്കുന്നത്. പണ്ട് ഇന്ദിരാഗാന്ധി മത്സരിച്ച സ്ഥലമാണ്. അതിൽ ഒരു റിമോട്ടായ ഫോറസ്റ്റ് ഒരു ഏരിയയാണ്. അവിടെ മുഴുവൻ ഗുണ്ടകളുടെ വിളയാട്ടമാണ്. അവിടെ കച്ചവടത്തിലിരിക്കുന്നവനും തുടങ്ങി സകലരും ഇതിൻ്റെ കണ്ണികളാണ്. അപ്പം ഒരു പക്ഷേ ഈ കുട്ടിയുടെ ആഭരണമോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി സെക്ഷുവലായിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ട് അതൊന്നും അറിഞ്ഞൂടാ. അതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല. വന്നാലേ അത് അറിയാവൂ. പക്ഷെ ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിന് പോലീസിന് ഒരു ഉത്തരവാദിത്വമില്ലേ ഇത് കണ്ടെത്താൻ? അപ്പം ഈ ഗുണ്ടാ സംഘങ്ങളോട് ചേർന്നാണ് അവിടുത്തെ പോലീസ് സംവിധാനം പോലും പ്രവർത്തിക്കുന്നത്. ശ്രീനന്ദയല്ലേ, അത് വലിയ സെൻസേഷൻ ആവുന്നില്ലല്ലോ. അതെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായാലും അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളോട് ചേർന്നാണ് പോലീസ് സംവിധാനം പോലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കപ്പെടാത്തത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിക്കമംഗളൂർ റൂറൽ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ പറയലേ, ഈ കുട്ടിയെ കാണാതായത് ആ ഐസ്ക്രീം കടയിൽ ഐസ്ക്രീം വാങ്ങാൻ പോയതിന് ശേഷമാണ്. ഈ ഐസ്ക്രീം വലിയൊരു പ്രശ്നമാണ്. ഐസ്ക്രീം അതുപോലുള്ള ശീതളപാനീയങ്ങൾ ഇതിൽ മയക്കുമരുന്ന് അങ്ങനെ പലപ്പോഴും ലവ് ജിഹാദിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ലവ് ജിഹാദും മയക്കുമരുന്നും ജിഹാദും രണ്ടല്ല, ഒന്നാണ്. അതെ, ഇപ്പൊ എല്ലാണ്ട് അങ്ങനെയാണ്. കേസിൽ വരുമ്പോ ഇതെല്ലാം ലവ് ആണ്. ലവ് ഒരു കുറ്റമല്ല. ഇതിനെ കൊച്ചു കുട്ടികൾക്ക് ചോക്ലേറ്റില് മയക്കുമരുന്ന് കഴിച്ചു കൊടുത്ത് അവരെ അതിന് അടിമകളാക്കുക, ഇതൊക്കെ കൊച്ചെന്ന് വെച്ചാൽ 5 വയസ്സും 10 വയസ്സുമുള്ള കുട്ടികളെ വരെ ചെയ്യുന്നത് ദ്രോഹം ബുദ്ധിയുള്ളവരാണ്. എപ്സ്റ്റീൻ ഫയൽസ് ആണ് നടക്കുന്നത് വാസ്തവത്തിൽ, അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ ഈ കുട്ടിയുടെ വിവാഹം. അപ്പൊ അത് നാഷണൽ അന്വേഷണ ഏജൻസി, അതായത് NIA പോലെയോ അല്ലെങ്കിൽ CBI പോലെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണിത്. ഇപ്പൊ കേരളത്തില് ലവ് ജിഹാദിന്റെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഇതില് വലിയൊരു ഫ്രോഡെന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഈ പെൺകുട്ടിക്ക്, അതായത് ഫർമാൻ ഖാൻ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ചത് പട്ടികജാതി, ഇതൊരു ദളിത് പെൺകുട്ടിയാണ്. പട്ടികജാതി വർഗ കമ്മീഷൻ നോക്കിയപ്പോഴാണ് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഏതൊക്കെ തരത്തിൽ ഈ പെൺകുട്ടിയെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞ FCR ഇതിന്റെ പണം കൊണ്ട് നടത്തപ്പെടുന്ന തീർച്ചയായിട്ടും തിരുത്തലുകളാണിത്. അതെ. വേറൊരു സംഭവം നമ്മൾ നോക്കണം. കേരളത്തില് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എത്രയോ പ്രത്യക്ഷമായ അനുഭവമുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാം. പോലീസ് നോക്കുമ്പോൾ അത് ലവ് മാത്രം, ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനെ ഒന്ന് നിർവചിക്കണം നമ്മൾ. അതായത് ഇതിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും പിന്നെ ഒരു ലജ്ജയുമില്ലാതെ നുണകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുമാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മെയിൻ സ്ട്രീം മാധ്യമം എന്ന് പറയുന്നത് നുണയന്മാരുടെ ഒരു സംഘടനയാണ്, വ്യാജപ്രചരണം നടത്തുന്ന ആളുകളുടെ ഒരു സംഘടനയാണ്, ഒരു ബഹുമാനവും അർഹിക്കാത്ത ഒരു വിഭാഗമാണ് അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.